പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ പല പല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മൈ ഹോം ഈ ആഴ്ച 25ാമത്തെ എപ്പിസോഡ് പിന്നിടുകയാണ്. എല്ലാവർക്കും മൈ ഹോമിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വപ്ന സൗധത്തിന്റെ വിശേഷങ്ങളുമായി ഇമാനുവൽ ഭവൻ. ഒറ്റ ഡൈനിങ് ഹാളാണ് എല്ലാവർക്കും കൂടി ഒറ്റ കിച്ചണുള്ളൂ. എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാർത്ഥന മുറി മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായ മൈ ഹോം ഇന്ന് എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഭവനത്തിന് മുന്നിലാണ്. ലോകത്തിലെ തന്നെ നമ്പർ 1 ടെക്സ്റ്റൈൽസ് ഷോറൂമായ ഇമ്മാനുവൽ സിൽക്സിന്റെ ഭവനത്തിന് മുന്നിൽ. ഒരേക്കർ സ്ഥലത്ത് 20,000 സ്ക്വയർ ഫീറ്റിൽ പണിതൊരു വീടാണിത്. ഫ്രണ്ടേജിന് ധാരാളം പ്രാധാന്യം നൽകി വീട് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡനിങ്ങിനും പെറ്റ്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭവനത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് 4 സഹോദരന്മാർ ഒരുമിച്ച് കുടുംബസമേതം ഒരു വീട്ടിൽ കഴിയുന്നു. ഈ ഭവനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ലോകത്തിലെ തന്നെ നമ്പർ 1 ടെക്സ്റ്റൈൽസ് ആയ ഇമ്മാനുവൽ സിൽക്സിൻ്റെ വിജയത്തിന് പിന്നിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐക്യം പിന്നെ സഹോദരങ്ങളുടെ സ്നേഹമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ഈ വീടിൻ്റെ വിജയമാണോ? സത്യമാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഈ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞങ്ങൾ 4 സഹോദരന്മാർ, അമ്മ, ഭാര്യമാർ, മക്കൾ എല്ലാവരും കൂടുന്ന ഒരു 16 അംഗ ചെറിയ കുടുംബമാണ് ഇതിനുള്ളിൽ വസിക്കുന്നത്. സാധാരണ ഒരു വീട്ടിൽ നിന്ന് വിഭിന്നമായി കുറേ പ്രത്യേകതകളുള്ള ഒരു വീടാണിത്. 4 സഹോദരന്മാരെന്ന് പറഞ്ഞു, 4 കുടുംബങ്ങളാണ്, 4 വീടാണ്. ഇതെല്ലാം കൂടി ചേർന്ന് ഒറ്റ വീടായി. അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. അമ്മ, ചേട്ടൻ, രാജു, ജിജു. ജാലകം തുറക്കുന്നു ഇമ്മാനുവൽ. വിണ്ണിൽ നിന്നും മണ്ണിൽ വന്ന താരമാകാൻ ഒരുക്കുന്നു ഇമ്മാനുവൽ. അഴകു നെയ്യും ഈ പുടവകളിൽ 1000 കനവായി ഇമ്മാനുവൽ. മെല്ലെ മെല്ലെ കിനാവിന്റെ ജാലകം തുറക്കുന്നു
ഞങ്ങളുടെ പൂർണ്ണ കുടുംബമാണ് ഈ നിൽക്കുന്നത്. ഇതിൽ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് നിൽക്കുന്നത്. അമ്മച്ചിയുടെ ആയിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ മക്കളും ഒരുമിച്ച് താമസിക്കണം എന്നുള്ളത്? ഏറ്റവും വലിയ ആഗ്രഹം അമ്മയുടേതായിരുന്നു. ആഗ്രഹം പൂർത്തീകരിക്കാൻ മക്കളായ ഞങ്ങളുടെ ഒരു കടമയാണ് എന്നുള്ളതുകൊണ്ട് അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹം ഞങ്ങൾക്കും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒറ്റ വീട് പണിയാം എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തിയത്. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതലായി ഞങ്ങളത് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒറ്റ വീടിന് പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ തന്നെ 4 സൗകര്യങ്ങളോട് കൂടിയ 4 വീടുകൾ എന്ന് പറയാം. എല്ലാവർക്കും എല്ലാം ഒരുപോലെ, അതായത് ഇപ്പോൾ 4 സൗകര്യങ്ങൾ 4 സ്ഥലത്തുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെല്ലാം 4ലും ഒരേപോലെ തന്നെയാണ്. ഇൻക്ലൂഡിങ് അതിൻ്റെ ഓരോ ബെഡ്റൂമിൽ ഇട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് പോലും ഒരേ കളറിൽ, ഒരേ നിറത്തിൽ, ഒരേ സ്റ്റൈലിലുള്ളതായിരിക്കും. ഒറ്റ ഡൈനിങ് ഹാളാണ് എല്ലാവർക്കും ഉള്ളൂ. എല്ലാവർക്കും കൂടി ഒറ്റ കിച്ചണുള്ളൂ. എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാർത്ഥന മുറി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കോമൺ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. എന്തായാലും ഒരു ദൈവനിശ്ചയം പോലെ 4 പേരുടെയും തീരുമാനം ഒന്നായി അത് നടപ്പിലാവുകയും ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുകയും ചെയ്തു. അതാണ് സത്യം. എല്ലാവർക്കും അവരവരുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒപ്പം നന്നായിട്ട് മിങ്കിൾ ചെയ്യാനും പറ്റണം. സർ, നിങ്ങൾ 4 പേരെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇതെല്ലാം ഒരു വീട്ടിൽ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ആ 4 പേരെ ഇഷ്ടങ്ങൾ? ഞങ്ങൾ 4 പേരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഒരു വീട്ടിൽ വെച്ചിട്ടാണ് വിവാഹം കഴിഞ്ഞത്. ഒരു വീട്ടിലാണ് ഞങ്ങൾ കുട്ടികളൊക്കെ ഒരുമിച്ച് താമസിച്ചത്. പുതിയൊരു ഭവനം പണിത് ഞങ്ങളിങ്ങോട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മനസ്സ് ഇപ്പോഴും ഒന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് ഒരു കൂരയിൽ കീഴെ താമസിക്കാൻ തീരുമാനമെടുത്തതും അത് തീരുമാനം നടപ്പിലാക്കിയത്. വീട് സെപ്പറേറ്റ് വേണമെന്നൊക്കെ മനസ്സിൽ പണ്ട് കാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ ഒരുമിച്ച് വന്നപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒറ്റയ്ക്ക് കൂടുതൽ ടെൻഷൻ വരുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാൻ എല്ലാവരുണ്ട്. ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, അമ്മയുണ്ട്. എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗൃഹാതുരത്വം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെയാണ് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോഴും അതിനൊരു ആവർത്തിച്ച് പോരുന്ന അല്ലെങ്കിൽ അത് തുടർന്നു പോരുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ ഇന്നും നിലനിൽക്കുന്നു. ഞങ്ങളത് സ്ഥിരമായി കാലങ്ങളോളം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളിൽ ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ആൾ ഞങ്ങളുടെ ചേട്ടനാണ്. ആൾക്കാണ് ഏറ്റവും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കണമെന്നുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. ആളുടെ ആഗ്രഹപ്രകാരം ആളാണ് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത്. പറഞ്ഞത് 100% ശരിയായിരുന്നു. എനിക്ക് തന്നെയായിരുന്നു കൂടുതൽ നിർബന്ധം ഒരുമിച്ച് താമസിക്കുന്നതിന്. ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഇളയ മോൻ സാറാണ്. അപ്പോൾ സാറിന് പ്രത്യേക എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളല്ല. എൻ്റെ ചേട്ടന്മാരുടെ ഗൈഡൻസിലാണ് ഞാൻ എല്ലാം വളർന്നു വന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തതും. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുക, അവരുടെ ഗൈഡൻസിൽ തന്നെ മുന്നോട്ട് പോവുക,
അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ കൂട്ടുകുടുംബത്തിൻ്റെ താമസിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരു ഐക്യത്തിൻ്റെ ഒരു ഘടന വരുന്നു. പ്ലസ് വിജയിക്കാനുള്ളൊരു സംവിധാനം ഇതിലൂടെ ഉണ്ടാകുന്നു. ഈ പറഞ്ഞതുപോലെ 4 പേരുടെയും ആഗ്രഹവും അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതിനാണ്. അത് ആഗ്രഹം സ്വയം ഉണ്ടായതാണോ ദൈവം നിശ്ചയിച്ചാണോ എന്നറിയില്ല. എന്തായാലും ഒരു ദൈവനിശ്ചയം പോലെ 4 പേരുടെയും തീരുമാനം ഒന്നായി അത് നടപ്പിലാവുകയും ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുകയും ചെയ്തു. അതാണ് സത്യം. ഇപ്പോൾ ചേട്ടനനിയന്മാരുടെ 4 പേരെ ഇഷ്ടത്തിനനുസരിച്ച് വീട് പണിതിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് സജഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ വീട് പണിയുന്ന സമയത്ത്? എന്തൊക്കെയായിരുന്നു? എല്ലാവർക്കും അവരവരുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒപ്പം നന്നായിട്ട് മിങ്കിൾ ചെയ്യാനും പറ്റണം. അതിന് വേണ്ടിയിട്ടും പറഞ്ഞേ 1 സ്റ്റോറി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മതി എന്ന് പറയാനുള്ള കാരണം ആദ്യം ഇങ്ങനെ 2 സ്റ്റോറി 3 സ്റ്റോറി അങ്ങനെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾക്കത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണേലും ഓരോ ഇതിൻ്റെ ഫ്ലോറിൻ്റെ സെപ്പറേഷൻ വരുമ്പോൾ ചിലപ്പോൾ കണ്ടുവന്നിരിക്കില്ല. എല്ലാ ദിവസവും ഞങ്ങൾക്ക് കാണണം, സജഷൻസ് വേണം. ഒറ്റ നില വീട്, അതിൻ്റെ ഉള്ളിൽ ഒരു കിച്ചൺ, ഒരു ഡൈനിങ്, അങ്ങനെ ഒരു ഇതാണ് ഞങ്ങൾ വെച്ചാൽ. എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് വേണം. അതിന് ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ പോർഷൻ, സ്പേഷ്യസ് ആയ ഓരോ പോർഷൻ, 4 ബെഡ്റൂം, അങ്ങനെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ വിട്ടൊരാഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഡൈനിങ് ടേബിൾ, ആ ഡൈനിങ് ടേബിളിലാണ് മെയിൻ ഇവിടുത്തെ ഡിസ്കഷൻസ് മജോറിറ്റി നടക്കുന്നത്. ഭക്ഷണം കഴിക്കുക, അത് കഴിയുമ്പോൾ എല്ലാവരും ഇവിടുന്ന് കൈ കഴുകാൻ എണീറ്റ് പോലും ഇല്ല, കൈ വെച്ച് തന്നെ ഇരുന്നായിരിക്കും ഇവിടെ വർത്താനം. ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അങ്ങനെ ഇരിക്കും. ഈ വീട് വെക്കുന്ന സമയത്ത് അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? എൻ്റെ അഭിപ്രായം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് തന്നെ വേണം എന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 4 പേരും വെവ്വേറെ പോയാൽ ആരും ഇല്ല. പിന്നെ ഒക്കെ ഈ 2 കുട്ടികളും ഒരേ പെണ്ണുങ്ങളും നനച്ച് ഇവർ രാത്രി ഒരുപാട് നേരമായിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ അവരെ നോക്കാനൊന്നും ആളില്ല. അതിൻ്റെ പേരിൽ നമ്മൾക്ക് ഒരുമിച്ച് നിന്നാൽ മതി. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവർ മാത്രമല്ല എനിക്കുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മതി എന്നുള്ളൊരു ധാരണയാണ് എൻ്റെ ആയിരുന്നത്. എനിക്ക് മനസ്സിലായി നിങ്ങൾ നല്ലൊരു ഐക്യമുണ്ട്. ഈ ഐക്യം എത്രത്തോളം ബിസിനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുള്ള ഈ യൂണിറ്റി തന്നെയാണ്. കാരണം ബിസിനസ്സിലുള്ള എല്ലാ തീരുമാനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വീടാണ്. കാരണം ഞങ്ങൾ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചർച്ച ചെയ്യുന്നതും വീട്ടിലാണ്. വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ധാരാളം സമയം വീട്ടിലുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ വരികയും ആ ആശയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക. ആ ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനത്തിലെത്തിയാൽ ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് പിന്നെ ഓരോരുത്തരുടെ ചുമതല. അതിൽ ഞാൻ ബൈജു എൻ്റെ പേര്, ഞാൻ നിർവഹിക്കുന്നത് ഫൈനാൻസും അതുപോലെ തന്നെ പബ്ലിക് റിലേഷനുമാണ്. സ്റ്റാഫ് വെൽഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 5000-ഓളം സ്റ്റാഫ് അംഗങ്ങളുണ്ട്. സ്റ്റാഫുകൾക്ക് ഏറ്റവും കൂടുതൽ സാലറി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇമ്മാനുവൽ സിൽക്സ്. ഞാൻ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുന്നു. അതിന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ എല്ലാ സഹോദരന്മാരും എല്ലാ ഹെൽപ്പുള്ള കാരണം എനിക്കതൊരു വലിയൊരു ഭാരപ്പെട്ട പണിയായി തോന്നാറില്ല. വളരെ സിമ്പിളായിട്ട് ഞാനത് ചെയ്യാറുണ്ട്. നമ്മൾ പർച്ചേസിംഗ് ആണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.
പർച്ചേസിങ് ഓൾ ഇന്ത്യ പർച്ചേസിങ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞു. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം സ്റ്റാഫാണ്. കാരണം അവരാണ് സ്ഥാപനത്തിൻ്റെ ഉയർച്ചയുടെ ഏറ്റവും അടിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഘടകം. അപ്പോൾ ഞങ്ങളുടെ ഈ യൂണിറ്റി സ്റ്റാഫിലേക്കും അത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഘടകമാണ്. ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം വീട് അല്ലെങ്കിൽ കുടുംബമാണ്. ധ്യാനപ്രസംഗങ്ങൾ പറയണം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ അധികം ആളുകളുള്ളതാണ് ഞങ്ങളുടെ വീട് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഞങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും തുടക്കം. അത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇത് വിജയത്തിൻ്റെ അടിസ്ഥാനപരമായി നിൽക്കുന്നത് കുടുംബമാണ്, വീടാണ്. ഈ 4 കുടുംബത്തിൻ്റെയും ഇഷ്ടപ്രകാരം ആഗ്രഹപ്രകാരം നല്ലൊരു വീട് വെച്ചു. ഇനി ഈ വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ടമുള്ള പരിപാടിയല്ലേ? എങ്ങനെയാണ് മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ? ഇത്രയും വലിയ വീടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻസ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ 4 അത് സ്പ്ലിറ്റ് ചെയ്ത് തന്നു. ഓരോ സെക്ഷൻ ഓരോരുത്തർക്ക് നമ്മൾ ലേബിളിൽ അത്, അല്ലെങ്കിൽ ആ സെക്ഷൻ ഓരോരുത്തർ നോക്കിയാൽ നന്നായിട്ട് നീറ്റായിട്ട് തന്നെ വീട് കിടക്കും. അല്ലെങ്കിൽ എല്ലായിടത്തും ഡസ്റ്റ് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ആരും ശ്രദ്ധിക്കില്ല. പിന്നെ അപ്പോൾ ഇവര് 4 പേരും കൂടെ പറഞ്ഞു, 4 പേരും നിങ്ങൾ ഓരോ ഡ്യൂട്ടി ഏറ്റെടുക്കുക. ഞങ്ങൾ 4 പേരും കൂടെ മാക്സിമം ശ്രമിച്ച് വീട് നന്നായിട്ട് കൊണ്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചേട്ടനന്യമാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാന്ന് പറഞ്ഞാൽ ഒരു മാതൃകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. നമുക്ക് പുതിയ ജനറേഷൻസിന് കൊടുക്കാൻ പറ്റിയ എന്താണ് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു കുടുംബം സന്തോഷകരമായി പോകുന്നതിനെ പറ്റി? ഇവിടുത്തെ കൊച്ചുകുട്ടി 1.5 വയസ്സുള്ള കുട്ടി അടക്കം ഈ അമ്മ വരെയുള്ള എല്ലാവരും ഇതിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. കാരണം അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി നിലനിൽക്കും. അവിടെ സെൽഫിഷ്നെസ് കുറച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത്, അതാണ് ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സാധാരണ ഒരു വീട്ടിൽ കുട്ടികളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പരസ്പരം ഒരു കോമ്പറ്റീഷനൊക്കെ വരുന്ന കുട്ടികളുടെ കാര്യത്തിലാണ്. അവിടെയാണ് സ്പ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യാറ്. നോർമലി ഒരു ഫാമിലിയിൽ സ്പ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ അമ്മമാരും ഭയങ്കര സ്വാർത്ഥതയായിരിക്കും. എല്ലാവർക്കും അവരുടെ കുട്ടികളായിരിക്കും വലുത്. പക്ഷെ ഇവരവിടെ ഞങ്ങൾ 7 പേര് ഞങ്ങളുടെ ഓരോരുത്തരും അവരവരുടെ കുട്ടികൾ പോലെയാണ് കാണുന്നത്. അവർക്ക് ആർക്കും ഒരു തിരിച്ചുവേദന. ഇപ്പം എൻ്റെ അമ്മയില്ല എന്ന് വെച്ചിട്ട് ആരും ഇവിടെ വിഷമിക്കാറില്ല. എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് പോകാൻ സാധിക്കുന്നത്. വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇമ്മാനുവൽ ഭവനത്തിൽ ഞങ്ങൾ ആദ്യമായി പ്രവേശിച്ച് വരുന്ന ആദ്യത്തെ ക്രിസ്മസാണ്. ആ ക്രിസ്മസ് റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചതിൽ
ഇമ്മാനുവൽ കുടുംബത്തിന് വളരെ സന്തോഷമുണ്ട്. ഇമ്മാനുവൽ സിൽക്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ലോകത്തിലെ നമ്പർ 1 ടെക്സ്റ്റൈൽസായ ഇമ്മാനുവൽ കൊച്ചിയിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഈ കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്രയും നേരം സംസാരിച്ചതിലും വീടിനെക്കുറിച്ചും എല്ലാം